ഇപ്പം നമ്മളിന്ന് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ പ്രോബ്ലം ചെയ്യാൻ പോവാണ്. ടു ഫൈൻഡ് ഔട്ട് ദ വർക്ക് ഡൺ ബൈ ഇംപെല്ലർ പെർ യൂണിറ്റ് വെയിറ്റ് ഓഫ് വാട്ടർ. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് അതിൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾ എങ്ങനെ ഇരിക്കുന്നു എന്ന് നമുക്ക് കാണാം. സോ ദ ക്വസ്റ്റ്യൻ ഇതാണ്: ദ ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേർണൽ ഡയമീറ്റേഴ്സ് ഓഫ് ദ ഇംപെല്ലേഴ്സ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ പമ്പ് ആർ 200 and 400 mm respectively. The pump is running at 1200 rpm. The vane angles of the impeller at the inlet and outlet are 20 and 30 degree respectively. The water enters the impeller radially. The water enters the impeller radially. Okay, and velocity of flow is constant. I repeat, the velocity of flow is constant. Determine the work done by the impeller per unit weight of water. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിൽ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് ആദ്യം ഒന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ ഡയമീറ്റർ ഓഫ് ഇംപെല്ലർ ഈസ് 200 mm. സോ ഐ ക്യാൻ ടേക്ക് D1 ആസ് 200 mm. ഫൈൻ. 200 mm എന്ന് പറയുമ്പോൾ 200 × 10⁻³ മീറ്റർ ആണ്. ഓർ 200 × 10⁻³ എന്ന് പറഞ്ഞാൽ 0.2 മീറ്റർ. ഓക്കെ, അപ്പോൾ 0.2 മീറ്റർ. അപ്പോൾ D1 = 0.2 മീറ്റർ. സിമിലർലി D2 = 400 mm ആണ്. സോ 400 × 10⁻³ സോ 0.4 മീറ്റർ. ഓക്കെ, the speed of the pump is 1200 rpm. So I can write N = 1200 rpm, rate per minute. Vane angle at inlet, so theta is equal to 20 degree. Okay, and vane angle at outlet, so phi = 30 degree. Fine. The water enters the impeller radially. അങ്ങനെ ആവുമ്പം പെർപെൻഡിക്കുലർ ഡയറക്ഷനാണ്. സോ ആൽഫ ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. വാട്ടർ എൻറ്റേഴ്സ് ദ ഇംപെല്ലർ റേഡിയലി, ദറ്റ് മീൻസ് ആൽഫ ഈസ് 90 degree. Okay, and if alpha is 90 degree, what happens to VW1? VW1 will be equal to 0. V1 will be equal to VF1 ആയിരിക്കും. VW1 എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ആൽഫ ഈസ് ഈക്വൽ ടു 90 degree. ഓക്കെ, VW1 = 0. So V1 will be equal to VF1. Okay, now next condition is velocity of flow is constant. That means velocity of flow F1 will be equal to velocity of flow F2. VF1 will be equal to VF2. Now find out what to determine the work done by the impeller per unit weight of water. So per unit weight of water means you have to convert work done per second per unit weight of water per second. That will be equal to 1/g VW2 U2. Fine. അപ്പോൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് 1/g VW2 U2 ആണ്. ഓക്കെ, അപ്പോൾ തന്ന ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക. ഇതിൻ്റെ കൂടെ ആൽഫ = VW 90 degree, ആൽഫ = 90 ഡിഗ്രീൻ്റെ കൂടെ VW1 = 0 എന്നും കൂടെ ആഡ് ചെയ്യുക. VF1 = VF2 1/g VW2 U2. അപ്പോൾ നമുക്ക് VW2 കണ്ടുപിടിക്കണമെങ്കിൽ അത് ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിലാണ് ഡീറ്റെയിൽ ഉള്ളത്. U2 കണ്ടുപിടിക്കണമെങ്കിൽ അഗെയിൻ ഇറ്റ് ഈസ് ഔട്ട്ലെറ്റ് വെലോസിറ്റി. പക്ഷേ U2 കണ്ടുപിടിക്കണം നമുക്ക് U1നും U2നും ഉള്ള ഇക്വേഷനാണ് U1 = pi d1 n/60. Pi d1 n/60. Similarly U2 will be equal to pi d2 n/60. അപ്പോൾ U1ഉം U2ഉം നമുക്ക് ആദ്യം തന്നെ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന് ഇനി ബാക്കി VW2 എങ്ങനെ കണ്ടുപിടിക്കാം? അത് VW2 ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിലാണ് ഉള്ളത്. ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിളിൽ നമുക്ക് ആകെ അറിയാൻ പറ്റുന്ന VF2 ആണ്. കാരണം ഫ്രം ഇൻലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താ? VF2.
അപ്പം ഔട്ട്ലെറ്റ് ട്രയാങ്കിളിൽ ആദ്യം നമുക്ക് VF2 കിട്ടിയാലേ VW2 കിട്ടുള്ളൂ. VF2 കിട്ടണം, VF1 കിട്ടണം. VF1 കിട്ടണമെങ്കിൽ നമുക്ക് ആദ്യം അതിൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾ എങ്ങനെ ഉണ്ടെന്ന് നോക്കണം. അപ്പോൾ വെലോസിറ്റി ട്രയാങ്കിളിലേക്കൊന്ന് പോവാം. സോ ഇതാണ് ഇതിൻ്റെ വെലോസിറ്റി ട്രയാങ്കിൾ. സോ ആൽഫ ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. ആൽഫ ഈക്വൽ ടു 90 ഡിഗ്രി ആയതുകൊണ്ട് ഇതിങ്ങനെ നേരിട്ട് ഇങ്ങനെ തന്നെ വന്നു. VF1 ഈക്വൽ ടു VW1. തീറ്റ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാണ്? 20 ഡിഗ്രി തന്നിട്ടുണ്ട്. സോ തീറ്റയിൽ വെച്ചിട്ട് നമുക്ക് VR1 മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, U1 നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എത്രയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്? U1ൻ്റെ സ്പീഡ് നിങ്ങൾ πd1 n/60 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 12.56 കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഗ്യാപ്പ് നിങ്ങൾക്ക് V1 മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവമായി. അപ്പോൾ നിങ്ങൾക്ക് VR1 ഇങ്ങനെ വന്ന് ഇങ്ങനെയാണ് VR2 പുറത്തേക്ക് പോകുന്നത്. ഓക്കെ, അപ്പോൾ സെൻട്രിഫ്യൂഗൽ പമ്പിൽ നിങ്ങൾ ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ ശ്രദ്ധിച്ചിട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. VR2 ഈസ് ഗോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ. ഓക്കെ, ഇനി അതിൽ 5 തന്നിട്ടുണ്ട് 30 ഡിഗ്രി. 5 തന്നിരിക്കുന്ന 30 ഡിഗ്രിയിൽ നിന്ന് നമ്മൾ നേരെ ആദ്യം വരക്കുന്നത് U2 ആണ്. U2 വരക്കാം. ഓക്കെ, അപ്പം VR2ഉം U2ഉം കിട്ടിയാൽ അത് തമ്മിലുള്ള ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് എന്തായിരിക്കും? V2 ആയിരിക്കും. VR2ഉം U2ഉം തമ്മിലെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത് V2 ആയിരിക്കും. V2ൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റ് നമുക്ക് VW2 എന്ന് എടുക്കാം. വേർട്ടിക്കൽ കമ്പോണൻറ്റ് നമുക്ക് VF2 എന്നും എടുക്കാം. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് പോകാം. നമുക്ക് VF2 കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? VF1 കണ്ടുപിടിക്കണം. VF1 കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇതിൽ ഏത് ഇക്വേഷൻ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ സപ്പോസ് നമുക്ക് തീറ്റയും അറിയാം, U1 അറിയാം അല്ലേ? U1 എന്താ? πd1 n/60. അപ്പോൾ അത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടും 12.56. അപ്പോൾ ടാൻ തീറ്റ നിങ്ങൾക്കറിയാം 20 ഡിഗ്രി. അപ്പോൾ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു എന്താ? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു VF1 ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് U1. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് U1 അറിയാം, ടാൻ തീറ്റയും അറിയാം. അപ്പം VF1 കണ്ടുപിടിക്കാം. അപ്പോൾ അതിൻ്റെ ആൻസർ ഒന്ന് നോക്കുക എത്രയാണ് കിട്ടുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ടാൻ തീറ്റ ഈക്വൽ ടു VF1/U1 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് VF1 കിട്ടുക 4.57. ഓക്കെ, സോ 4.57 കിട്ടിക്കഴിഞ്ഞാൽ അത് തന്നെയാണ് എന്ത്? VF2. U1 കിട്ടുക 12.56, U2 കിട്ടുക 25.13, VF1 കിട്ടുക 4.57. അത് തന്നെയാണ് എന്ത്? VF2. ഇനി നമുക്ക് VF2 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടത്? VW2 കിട്ടണം അല്ലേ? ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ എടുക്കാം. അപ്പോൾ ഒന്ന് ഔട്ട്ലെറ്റ് വെലോസിറ്റി ട്രയാങ്കിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ആ ഫിഗർ ആദ്യം ഒന്ന് വരയ്ക്കുക. എന്നിട്ട് നോക്കുക, ടാൻ 5 എടുക്കണം. ടാൻ 5 വിൽ ബി ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. ടാൻ 5 പറയുമ്പോൾ ഇത് ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇത് VF2 ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്. ദറ്റ് വിൽ ബി ഈക്വൽ ടു U2 മൈനസ് VW2. അപ്പം VF2 ഡിവൈഡഡ് ബൈ U2 മൈനസ് VW2 എന്ത്? ടാൻ 5. അപ്പോൾ ടാൻ 5 നമുക്കറിയാം, 30 ഡിഗ്രി ആകുമ്പോൾ ടാൻ 5 അറിയാം. VF2 അറിയാം, U2 അറിയാം. അപ്പോൾ അതിലാകെ അറിയാത്ത എന്താ? VW2 മാത്രമാണ്. അപ്പോൾ VW2 കണ്ടുപിടിച്ചൂടെ? അപ്പോൾ VW2 കണ്ടുപിടിക്കുക. VW2 കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 17.215. അപ്പോൾ VW2 17.215 കിട്ടി. U2 നിങ്ങൾക്ക് 25.13 കിട്ടി. G നിങ്ങൾക്ക് 9.8 കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ വർക്ക് ഡൺ ബൈ ദി ഇമ്പല്ലർ per kg per unit weight of waters per second നിങ്ങൾക്ക് എത്ര കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 44.1 ന്യൂട്ടൺ മീറ്റർ പെർ ന്യൂട്ടൺ. ഇങ്ങനെയാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുക കേട്ടോ. വർക്ക് ഡൺ എന്ന് പറയുന്ന ന്യൂട്ടൺ മീറ്ററിൽ, പെർ യൂണിറ്റ് വെയിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി 44.1 മീറ്റർ എന്നും എഴുതാം. ചെയ്ത് നോക്കുക, കിട്ടുന്നില്ലെങ്കിൽ അറിയിക്കുക.